തന്റെ വീട്ടിൽ കായാമ്പു പൂത്തതിന്റെ സന്തോഷത്തിലാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ ചൂലൂർ സ്വദേശി തൈക്കണ്ടിയിൽ വാസുദേവൻ. 15 വർഷത്തോളമായി വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ ചട്ടിയിൽ വളർത്തുന്ന 2 കായാമ്പൂ ചെടികളാണ് പൂത്തത്. അപൂർവമായി മാത്രം പൂക്കുന്ന ചെടിയായ കായാമ്പൂ ചാത്തമംഗലം ചൂലൂർ സ്വദേശി തൈക്കണ്ടിയിൽ വാസുദേവന്റെ വീട്ടുമുറ്റത്താണ് പൂത്തത്. വീടിന് തൊട്ടടുത്തെ ചെങ്കൽക്കുന്നിൽ നിന്ന് കായാമ്പൂവിന്റെ തൈകൾ ശേഖരിച്ച് 15 വർഷത്തോളമായി വാസുദേവൻ വളർത്തുന്നുണ്ട്. 3 വർഷം മുമ്പ് ഒരു ചെടി പൂത്തിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് 2 ചെടിയും ഒരുമിച്ച് പൂവിട്ടത്. ഏറെ ഔഷധ ഗുണമുള്ള കായാമ്പൂ ചെടി ഇപ്പോൾ അപൂർവമാണ്. ഇത്തരത്തിൽ പറിച്ചു നട്ടാൽ ചെടി വളരാൻ പ്രയാസമാണെന്നും തന്റെ മുറ്റത്ത് കായാമ്പൂ വിരിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വാസുദേവൻ പറയുന്നു. പൂത്താൽ 1 മാസം വരെ നിൽക്കുന്ന കായാമ്പൂ കാണാൻ മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ ആളുകൾ എത്താറുണ്ട്. ഇത് പൂത്തപ്പോൾ വളരെ സന്തോഷമാണ്. ഇത് കഴിഞ്ഞ മുമ്പത്തെ വർഷം പൂത്തിരുന്നു. അന്നൊക്കെ നാട്ടിൽ നിന്ന് ആളുകൾ കുറേ ആളുകൾ കാണാൻ വന്നിരുന്നു. പ്രാവശ്യം കുറേ ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടോടുകൂടി കുറേ ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നു. മലപ്പുറത്തുനിന്ന് 1-2 ആളുകൾ വന്നിരുന്നു. ഇങ്ങനെയൊക്കെ കുറേ ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നിരുന്നു. എന്തായാലും ഈ ഒരു ഭംഗിയിലൊരു 1 മാസത്തോളം ഇത് നിലനിൽക്കും. കഴിഞ്ഞ വർഷമൊക്കെ 1 മാസത്തോളം നിലനിന്നിട്ടുണ്ട്. മഴ പെയ്താൽ എന്താവുന്ന സ്ഥിതിയെന്ന് അറിയില്ല. മഴ പെയ്താൽ പൂ വേഗം കേടുവന്നു പോകും. ഇതിന് അതുപോലെ യൂട്യൂബിലൊക്കെ വലിയ ഇതുണ്ട്. ഇതിന് യൂട്യൂബിലൊക്കെ ഔഷധ ഗുണമുണ്ട്. ഇതിൻ്റെ ഇല കഴിക്കുന്നത് യൗവനം നിലനിർത്താൻ സഹായിക്കും എന്നൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല. വാസുദേവന്റെ വീട്ടുമുറ്റത്ത് മറ്റു ചെടികളും അലങ്കാര മത്സ്യങ്ങളും ചെറുതേനീച്ചകളെയും വളർത്തുന്നുണ്ട്. ഇതിൽ വേറിട്ട കാഴ്ചയാണ് തെങ്ങുൾപ്പെടെയുള്ള ബോൺസായി ചെടികൾ. പരിസ്ഥിതി സ്നേഹി കൂടിയായ വാസുദേവൻ വീട് നിർമ്മിച്ചത് മരങ്ങൾ ഒന്നും മുറിച്ചു മാറ്റാതെ പരിസ്ഥിതി സൗഹൃദമായാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കനത്ത ചൂടിലും വാസുദേവന്റെ വീട്ടിലും പരിസരത്തും തണുത്ത അന്തരീക്ഷമാണ്. ഭാര്യ പ്രജീബയും മക്കളായ അലീന, ബെർസാൻ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും വാസുദേവനുണ്ട്. ന്യൂസ് 18 ചാത്തമംഗലം. നമ്മൾ ആദ്യം